IPL മത്സരം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ആഘോഷമാണ്. അപ്പോൾ IPL മത്സരത്തിന്റെ ഉദ്ഘാടന മത്സരം എന്ന് പറയുമ്പോൾ എത്രത്തോളം ആവേശമുണ്ടായിരിക്കും. ആ ആവേശം ഒട്ടും തന്നെ ചോരാതെ അത്രയും നല്ല രീതിയിൽ തുടങ്ങാൻ തന്നെയായിരുന്നു KKRന്റെയും RCBയുടെയും തീരുമാനം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ KKRന് ആദ്യ ഓവറിൽ തന്നെ ഡി കോക്കിനെ നഷ്ടമായി. ആദ്യ ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടതിന്റെ ടെൻഷൻ ഒട്ടും തന്നെ ഇല്ലാതെ ക്യാപ്റ്റൻ രഹാനെ പവർ പ്ലേ അറ്റാക്കിങ്ങിന്റെ നേതൃത്വം ഏറ്റെടുത്തു. നാഷണൽ ടീമിൽ നിന്നൊക്കെയും പുറത്തായി തന്റെ 36-ാം വയസ്സിൽ രഹാനെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരമായിരുന്നു പിന്നീട് പവർ പ്ലേയിൽ നമ്മൾ കണ്ടത്. പവർ പ്ലേ കഴിയുമ്പോൾ 16 പന്തിൽ 39 റൺസുമായി ടീമിനെ 6 ഓവറിൽ 60 എന്ന നിലയിലേക്ക് എത്തിച്ച് വെടിക്കെട്ട് ബാറ്റർ നരേനെ സൈഡാക്കി രഹാനെ താൻ ഇപ്പോഴും എന്തിനും പോന്നവനാണെന്ന് തെളിയിച്ചു. അവിടെ കൊണ്ട് നിർത്താതെ 25-ാം പന്തിൽ ഒരു സിക്സർ പറത്തി സീസണിലെ ആദ്യ അർദ്ധ സെഞ്ചുറി നേടിയാണ് രഹാനെ മടങ്ങിയത്. പക്ഷേ അതിനു മുമ്പ് തന്നെ 103 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് രഹാനെ സുനിൽ നരേനെ കൂട്ടുപിടിച്ച് പടുത്തുയർത്തിയിരുന്നു. പിന്നീട് അങ്ങോട്ട് കൃണാൽ പാണ്ഡ്യ കളികളുടെ നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു. 3 വിക്കറ്റുകളാണ് കൃണാൽ പാണ്ഡ്യ ഈ സമയത്ത് സ്വന്തമാക്കിയത്. രഹാനെയും സുനിൽ നരേനും നല്ല രീതിയിൽ കളിച്ചതുകൊണ്ട് തന്നെ 13 ഓവർ ആയപ്പോൾ 4 വിക്കറ്റ് നഷ്ടമായെങ്കിലും 125 എന്നുള്ളൊരു നല്ല സ്കോർ അവർക്കുണ്ടായിരുന്നു. ഇനി ഒരു നല്ല ഫിനിഷിംഗ് കൂടി കിട്ടിയാൽ KKRന് 200 റൺസോളം ടോട്ടലിലെത്തിക്കാം. അത് നേടാൻ KKR പ്രതീക്ഷ വെച്ചത് റിങ്കു സിംഗിന്റെയും റസലിന്റെയും മുകളിലായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ റിങ്കു സിംഗിന്റെയും റസലിന്റെയും വിക്കറ്റുകൾ RCB ബോളേഴ്സ് പിഴുതെറിഞ്ഞു. തനിക്കാവുന്നതുപോലെ അവസാനം സ്കോർ ഉയർത്താൻ നോക്കിയ രഘുവംശിയാകട്ടെ 22 ബോളിൽ 30 റൺസുമായി പുറത്തായി. ശേഷം നിശ്ചിത 20 ഓവറിൽ 174 റൺസിലെത്താനേ KKRന് കഴിഞ്ഞുള്ളൂ. തുടക്കം നല്ല പോലെ റൺസ് ഒഴുകിയിട്ടും പുതിയ ക്യാപ്റ്റനായ പട്ടിദാർ വളരെ കൂളായാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അതിന് പ്രത്യേകം പട്ടിദാറിനെ പ്രശംസിച്ചേ മതിയാകൂ. RCBക്ക് വേണ്ടി മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയത് 4 ഓവറിൽ 29 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടിയ കൃണാൽ പാണ്ഡ്യയും 4 ഓവറിൽ 22 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് നേടിയ ഹേസൽവുഡുമാണ്. മറുപടി ബാറ്റിംഗിൽ RCBക്ക് 8.75 റൺ റേറ്റിൽ ബാറ്റ് വീശിയാൽ മാത്രമേ വിജയലക്ഷ്യമായ 175 റൺസ് മറികടക്കാൻ കഴിയൂ. എന്നാൽ അക്ഷരാർത്ഥത്തിൽ കോഹ്ലിയും ഫിൽ സാൾട്ടും എല്ലാവരെയും ഞെട്ടിച്ചു. പ്രതീക്ഷിച്ചതിലും ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ് ഇരുവരും കൂടി തുടങ്ങി വെച്ചത്. അതിൽ കോഹ്ലിയാണ് കൂടുതലും ആരാധകരെയും ക്രിക്കറ്റ് ലോകത്തെയും അമ്പരപ്പിച്ചത്. തന്റെ ശൈലിയിൽ നിന്നും മാറി ബാറ്റ് വീശിയ കോഹ്ലി അഗ്രഷന്റെ മാരക വേഷം തന്നെ പുറത്തെടുത്തു. വൈഭവ് അറോറയും സ്പെൻസർ ജോൺസണും നല്ലപോലെ തല്ലുകൊണ്ടപ്പോൾ അതിലും ഏറ്റവും മികച്ചു നിന്നത് വരുൺ ചക്രവർത്തി ആയിരുന്നു. തന്റെ ഒരു ഓവറിൽ 21 റൺസാണ് പവർ പ്ലേയിൽ വരുൺ ചക്രവർത്തി വിട്ടുകൊടുത്തത്. എല്ലാവരെയും തല്ലി തകർത്ത് കോഹ്ലിയും സാൾട്ടും പവർ പ്ലേയിൽ 80 റൺസ് കൂട്ടിച്ചേർത്തു. പവർ പ്ലേ അവസാനിച്ചപ്പോൾ 23 ബോളിൽ 49 റൺസുമായി സാൾട്ടും 13 ബോളിൽ 29 റൺസുമായി കോഹ്ലിയും പുറത്താകാതെ നിന്നു. അതിഗംഭീരം എന്നല്ലാതെ എന്താണ് പറയുക. പിന്നീട് അങ്ങോട്ട് RCBക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. 7-ാം ഓവറിൽ തന്നെ 25 ബോളിൽ സാൾട്ട് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. എന്നാൽ 9ാമത്തെ ഓവറിലെ 3ാമത്തെ ബോളിൽ ചക്രവർത്തിക്ക് വിക്കറ്റ് നൽകി 31 ബോളിൽ 56 റൺസ് എടുത്ത് സാൾട്ട് മടങ്ങി. 95 റൺസിന്റെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്. 13ാമത്തെ ഓവറിൽ കോഹ്ലിയും 30 ബോളിൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ 13 ഓവറിൽ 127-ന് 2 എന്ന നിലയിൽ ഭദ്രമായിരുന്നു RCB. ഇതിനിടയിൽ ദേവദത്ത് പടിക്കലിന്റെ വിക്കറ്റ് പോയതിനു ശേഷം ക്രീസിലെത്തിയ ക്യാപ്റ്റൻ പട്ടിദാർ നല്ലൊരു വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെ കാഴ്ചവെച്ചു. 15 ബോളിൽ 34 റൺസ് എടുത്ത ആ ഒരു ഇന്നിംഗ്സ് RCBയുടെ വിജയം കുറച്ചുകൂടി എളുപ്പമാക്കി. 34 റൺസ് എടുത്ത് പട്ടിദാർ മടങ്ങുമ്പോൾ 15.2 ഓവറിൽ 162 എന്നുള്ള നിലയിലായിരുന്നു RCB. 36 ബോളിൽ 4 4-ഉം 3 6-ഉം ഉൾപ്പെടെ 59 റൺസ് എടുത്ത് കോഹ്ലി പുറത്താകാതെ നിന്നപ്പോൾ 16.2 ഓവറിൽ 7 വിക്കറ്റിന്റെ അത്യുഗ്രൻ ജയം തന്നെ RCB നേടി. അങ്ങനെ ആദ്യ കളിയിൽ തന്നെ വിജയം നേടിക്കൊണ്ട് 18 വർഷമായിട്ട് കാത്തിരിക്കുന്ന കപ്പിലേക്ക് എത്താൻ ഒരു പടി ചവിട്ടി കയറിയിരിക്കുകയാണ് RCB.